ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ കേട്ടൊരു വാക്ക് ഹെൽത്ത് സർവീസ് എന്നായിരുന്നു. പക്ഷെ ഇന്ന് ഏത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും ഏത് ലിറ്ററേച്ചർ വായിച്ചാലും നമ്മൾ കേൾക്കുന്ന വാക്ക് ഹെൽത്ത് ഇൻഡസ്ട്രി എന്നാണ്. ഈ ഒരു മാറ്റം 30 കൊല്ലം കൊണ്ട് കണ്ടവനാ ഞാൻ. എൻ്റെ ഒരു സങ്കടം അത്ര അധികം ഉണ്ട് അതിനകത്ത്. കാരണം നമ്മൾ സർവീസിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് പോയപ്പോൾ സംഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട്. ലോകം തന്നെ തിരിയുന്നത് ഈ സമ്പത്ത്, പൈസ എന്ന് പറയുന്നതിന്റെ ഒരു അച്ചുതണ്ടാക്കിയിട്ടാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വളരെ കൃത്യമായ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂല്യബോധത്തിൽ നമ്മൾ നിന്നാലേ നമ്മുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അലമാര വെക്കാം, ശമ്പളം വാങ്ങിക്കാം, കാറ് വാങ്ങിക്കാം, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഈ അടുത്തിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരാള് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അയാളുടെ പെർ ആനം ടേൺ ഓവർ എത്രയോ കോടിയുടെ ബിസിനസ് അയാൾ ചെയ്യുന്നുണ്ട്. അതിന്റെ അടിയിൽ ഒരാള് ഒരു കമന്റ് അടിച്ചു, എടാ നീ കോടി വാങ്ങിയിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം, നീ വേറെ എവിടെയും പോയി വിളമ്പെന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് കോടി ഉണ്ടെങ്കിൽ ആ കോടി കൊണ്ട് ഈ രാജ്യത്തിനും നാടിനും ആളുകൾക്കും ഗുണം ഉണ്ടാവണം, എങ്കിലേ ആ കോടിയാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ ശമ്പളം വാങ്ങിക്കാം, നിങ്ങൾ ഫ്ലാറ്റ് വാങ്ങിക്കാം, നിങ്ങൾ കാർ വാങ്ങിക്കാം, നിങ്ങൾ UK പോവാം. പക്ഷെ ആർക്ക് എന്ത് ഗുണം ഉണ്ട് എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് പറയാനുള്ള സംഗതി, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് സെറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കണം. കാരണം ഇന്ന് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ അല്ലെ ആളുകൾ ഇങ്ങനെ മുറിച്ച് കഷ്ണാക്കിയിട്ടാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായ ഒരു ബോധത്തോടു കൂടി വാല്യൂ ബേസ്ഡ് ജീവിതം എനിക്ക് വേണം എന്ന് തീരുമാനിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, സ്വപ്നങ്ങളെ പൂവണിയുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ നിറഞ്ഞ മനസ്സോടുകൂടി ഇരിക്കുന്ന അച്ഛനും അമ്മയും, നിങ്ങൾക്ക് ആദ്യം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒരു iPhone 16 Pro വാങ്ങിച്ചു കൊടുക്കൽ എല്ലാവർക്കും സന്തോഷം. നിങ്ങൾ UK-യിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം മതി, അമ്മേ മരുന്ന് കഴിച്ചോ, അച്ഛാ സുഖം തന്നെയല്ലേ, നടക്കാനൊക്കെ പോണില്ലേ എന്നൊന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് അതിന് ചോദിക്കാൻ സമയമില്ലാതെ നിങ്ങൾ തിരക്കിലായാൽ അവരുടെ കണ്ണീര് വരും. കേരളം ഒരു വൃദ്ധസദനമാവാൻ പോവാ. ഇവിടെ യൂത്ത്സ് ഇല്ല, എല്ലാവരും പോവാ. നിങ്ങളും പറക്കും, അതൊന്നും കുഴപ്പമില്ല. UK-യിലേക്ക് പോവും, അമേരിക്കയിലേക്ക് പോവും, ഗൾഫിലേക്ക് പോവും. പക്ഷെ ഇവിടെ അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു വൃദ്ധസദനമായി ഈ കേരളം മാറുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും അവരെ മറക്കരുത്, വിളിക്കാൻ മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ നമ്മുടെ പേഷ്യൻസിനെ, ഞാൻ മെഡിക്കൽ ഫീൽഡ്, ഇതിൽ മാനേജ്മെന്റ് സ്റ്റഡീസും ബിസിനസ് സ്റ്റഡീസും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ ഫീൽഡിൽ നിന്ന് സംസാരിക്കുകയാണ്. നമ്മൾ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ ലോകത്ത് ഏറ്റവും തണുപ്പുള്ള ഒരു നാച്ചുറൽ വസ്തുവാണ് എന്താ ലോകത്തെ ഏറ്റവും തണുപ്പുള്ള ഒരു പ്രകൃതിദത്തമായ വസ്തുവിന്റെ പേരാണ് ചന്ദനം എന്നത്. ഈ ചന്ദനം മനുഷ്യന്റെ ചിന്തയുടെ, ലോകത്തിന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന തലച്ചോറ് നിൽക്കുന്ന നെറ്റിത്തടത്തിലെ ഈ നെറ്റിയിൽ ആ ചന്ദനത്തിന്റെ കുറി ചാർത്തി വരുന്ന വിശ്വാസിയും, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച പ്രപഞ്ചനാഥന്റെ മുമ്പിൽ 5 നേരം നമസ്കരിച്ച് സാഷ്ടാംഗം നമിച്ച് നിസ്കാരത്താഴുമ്പുള്ള വിശ്വാസിയും, പരിശുദ്ധാത്മാവിനാൽ കന്യകയായ മറിയമിന്റെ ഗർഭാശയത്തിൽ രൂപം കൊണ്ട ജീസസ് എന്ന, ഈസ എന്ന, യേശു എന്ന ആ പിറന്ന പിഞ്ചു കുഞ്ഞിന്റെ ജന്മത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന വിശ്വാസിയും ആരുമാവട്ടെ, അവർ നമ്മുടെ പേഷ്യന്റ് ആരായാലും അവരെ ഒരേപോലെ സ്നേഹിക്കാനും കൈകാര്യം ചെയ്യാനും ട്രീറ്റ്മെന്റ് കൊടുക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് യാതൊരു വിലയുമില്ല എന്ന് മനസ്സിലാക്കണം. സ്വന്തം രാജ്യത്തിന്റെ അതിർവരമ്പ് വലുതാക്കാൻ വേണ്ടി കഴിഞ്ഞ 2 കൊല്ലമായി പിഞ്ചു കുഞ്ഞുങ്ങളെ വെടിവെച്ചു കൊന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആരാണ്? കാഴ്ചക്കാരാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? ഒരു മലയാളി സഹോദരി അവിടെ കുടിവെള്ളം കൊണ്ടെടുത്തപ്പോൾ നമ്മുടെയൊക്കെ രോമം എഴുന്നേറ്റ് നിന്നു. മലയാളിക്ക് അത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്ന്. അതുകൊണ്ട് ആലോചിക്കുക, ലോകത്ത് പലതും സംഭവിക്കും, പക്ഷേ നമ്മളെ അടയാളപ്പെടുത്തണം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെതായ മൂല്യങ്ങളുണ്ട്, അതിനെ മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കണം. ഈ രാജ്യത്തിന്റെ മഹാത്മാവായ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി പറഞ്ഞ രാമരാജ്യ ദർശനം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചിലരുടെയൊക്കെ നെറ്റി തുളിയുന്നുണ്ടാവും. രാമരാജ്യ ദർശനത്തിൽ ഗാന്ധിജി പറയുന്നത് എന്താണെന്നറിയോ? അപരവിചാരം അസ്തമിക്കുമ്പോൾ ഉദയം ചെയ്യുന്ന സംഗതിയുടെ പേരാണ് സ്വാതന്ത്ര്യമെന്ന്. പറഞ്ഞത് മനസ്സിലായോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. അപരവിചാരം എന്ന് പറഞ്ഞാൽ ഞാനും നീയും വ്യത്യസ്തനാണ് എന്ന ബോധം. അപരൻ, ഞാൻ വേറെ നീ വേറെ.
ജാതിയുടെയോ മതത്തിന്റെയോ നർമ്മത്തിന്റെയോ പണത്തിന്റെയോ ഒക്കെ പേരിലുള്ള വ്യത്യാസങ്ങൾ. ഈ വ്യത്യാസങ്ങളില്ലാതെ ഞാനും നീയും വ്യത്യസ്തരല്ല എന്ന ബോധം, അതിനെയാണ് അപരവിചാരം അസ്തമിക്കുക എന്ന് പറയുന്നത്. ഈ അപരവിചാരം അസ്തമിക്കുമ്പോൾ ഉദയം ചെയ്യുന്ന സംഗതിയാണ് സ്വാതന്ത്ര്യം എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് അദ്ദേഹം രാമരാജ്യ ദർശനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ വേറിട്ടവനല്ല, എല്ലാവരും ഒന്നാണ് എന്ന ദർശനത്തെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ പുണ്യാത്മാവിന്റെ നെഞ്ചിലേക്കും നമ്മൾ എന്ത് ചെയ്തു? നിറത്തൂക്കൊഴിച്ച് അവിടെ നിന്ന് ചോര പൊടിഞ്ഞ് പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നു. ഇതാണ് ലോകം. അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ മുന്നിലുള്ള എല്ലാ സംഗതികളിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള നമ്മുടെ മൂല്യം എന്ന് പറയുന്നതാണ്. നിങ്ങളൊരു പക്ഷേ പാരാമെഡിക്കൽ കോഴ്സിന് വേണ്ടി DRS നോളജ് സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ചിന്തയിലുണ്ടാവുക എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി, അല്ലെ? എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി. ഒരു ജോലി ഫോക്കസ് ചെയ്താണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അത് മണ്ടത്തരാണെന്ന് പറയുന്ന ആളാണ്. അങ്ങനെ ജോലിക്ക് വേണ്ടി, ശമ്പളത്തിന് വേണ്ടിയല്ല മനുഷ്യൻ വിദ്യ നേടേണ്ടത്. വിദ്യ നേടേണ്ടത് മനുഷ്യനാവാനാണ്. അപ്പൊ നമ്മുടെ രക്തത്തിൽ അലിയുന്ന ഒരു മൂല്യബോധം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഒരു കാര്യം കൂടി പറയാം. ഈ ലോകത്ത് നിങ്ങൾ ഇനി ഇപ്പോൾ റെസ്പിറേറ്ററി മെഡിസിൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പി പഠിച്ചവരുണ്ടാവും, റേഡിയോളജി ഇമേജിംഗ് പഠിച്ചവരുണ്ടാവും, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പഠിച്ചവരുണ്ടായിരിക്കും, സ്റ്റെറിലൈസേഷൻ പഠിച്ചവരുണ്ടായിരിക്കും. എന്ത് പഠിച്ചാലും നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികളെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതെന്റെ ഒരു റിക്വസ്റ്റാണ്. ദയവ് ചെയ്ത് മനുഷ്യന്റെ അവയവങ്ങളെ ചികിത്സിക്കുന്നവരോ കൈകാര്യം ചെയ്യുന്നവരോ ആവരുത്. കിഡ്നിക്ക് ഡോക്ടറുണ്ട്, ഹാർട്ടിന് ഡോക്ടറുണ്ട്, പല്ലിന് ഡോക്ടറുണ്ട്, കണ്ണിന് ഡോക്ടറുണ്ട്, അല്ലേ? എല്ലാ അവയവങ്ങൾക്കും ഇന്ന് ഡോക്ടർമാരുണ്ട്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്. എനിക്കൊരു ചോദ്യമുണ്ട്, മനുഷ്യന്റെ ഡോക്ടർ എവിടെയെന്ന്? മനുഷ്യന്റെ ഡോക്ടർ എവിടെയെന്നൊരു ചോദ്യമുണ്ട്. ഞാനതാ പറഞ്ഞത്, ഹെൽത്ത് സർവീസിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് സംഭവിച്ച കുറെ അപജയങ്ങളെ കുറിച്ച് കൃത്യമായ ബോധം വേണം. തൊണ്ടയിൽ നിന്ന് ക്യാൻസർ വന്ന് ഒരു പിടി ചോറ് മീൻചാറിൽ മുക്കി ഇറക്കാൻ പറ്റാതെ ആഗ്രഹത്തോടു കൂടി പറയുന്ന പാലിയേറ്റീവ് പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവരോട് ചോദിക്കും, എന്താ വിശേഷം? ഒന്നുമില്ല ഡോക്ടറെ, ഇന്നലെ വീട്ടിൽ മത്തിക്കറി ഉണ്ടായിരുന്നു, ഒരു പിടി ചോറൊന്ന് തിന്നാൻ വലിയ ആഗ്രഹം, പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങണില്ല. അങ്ങനെ പറയുന്ന ക്യാൻസർ പേഷ്യൻസിനെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് പ്രതീക്ഷയുടെ വർത്തമാനമാണ്. ഇത് മാറും. നമുക്ക് റേഡിയേഷൻ ചെയ്യണം, നമുക്ക് കീമോതെറാപ്പി ചെയ്യണം, സത്യമാണ്. പക്ഷേ ഇത് മാറും, നിങ്ങൾ തിരിച്ചു വരും, ഈ മഴയും തോരാതിരിക്കില്ല എന്ന് അവരോട് പറയാനുള്ള വാല്യൂ നിങ്ങളുടെ ബ്ലഡിലുണ്ടെങ്കിൽ മാത്രമാണ് ഈ തൊപ്പിക്ക്, ഈ ഗൗണിന്, ഈ സർട്ടിഫിക്കറ്റിന് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അപരവിചാരത്തെ അവസാനിപ്പിക്കുക. ഞാനും നീയും വ്യത്യസ്തനാണ് എന്ന ബോധത്തെ അവസാനിപ്പിക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമുക്ക് കഴിയണമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക. അന്യന് ഉപകാരത്തിനാകാത്തതെങ്കിൽ കിം ദേഹം കൊണ്ടൊരു ഫലമിഹ പ്രാണിനാം ചൂണിതന്നിൽ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റൂലെങ്കിൽ ഈ ലോകത്ത് നമ്മുടെ ജീവൻ കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് കവി പറഞ്ഞു വെച്ചിട്ടുള്ളത്. വീണ്ടും ആവർത്തിക്കുകയാണ്, അന്യന് ഉപകാരത്തിനാകാത്തതെങ്കിൽ കിം ദേഹം കൊണ്ടൊരു ഫലമിഹ പ്രാണിനാം ചൂണിതന്നിൽ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ സ്വപ്നം കൊണ്ട്, നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല, ഈ ഭൂമിയിലെ മനുഷ്യർക്ക് മാത്രമല്ല, ഈ ഭൂമിയിലെ സസ്യങ്ങൾക്കും മറ്റു ചരാചരങ്ങൾക്കു കൂടി ഗുണകരമായി നിൽക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബന്ധിച്ചില്ല, ബന്ധിക്കാൻ സമയമായോ? സമയമായി. ശരി, അപ്പോൾ താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഞാൻ വീണ്ടും പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരികയാണ്. പ്രായം കൂടും, കാലിന്റെ മുട്ടിന്റെ വേദന കൂടും, നടക്കാൻ പ്രയാസാവും, ശ്വാസം മുട്ട് വരും. അപ്പോഴും അവരാലോചിക്കുക, എൻ്റെ മോൾ നന്നായിട്ടിരിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് അവരെ മറക്കാതിരിക്കുക. ഇന്ന് പുതിയ ലോകത്ത് പാരന്റ്സ് അനുഭവിക്കുന്ന വേദന അത്ര വലുതാണ്. അത് നിങ്ങളൊരു പാരന്റിന്റെ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിനേക്കാൾ ഏറ്റവും മൂല്യമായിട്ടുള്ളത്, ഏറ്റവും അമൂല്യമായ ധനം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പാരന്റാണ്. നിങ്ങളുടെ പാരന്റ്സിനെ നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഞാൻ BDS തേർഡ് ഇയർ പഠിക്കുമ്പോൾ 51 വയസ്സുള്ള എൻ്റെ ഫാദർ മരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ 6ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന എൻ്റെ 2 അനുജത്തിമാരെ കയ്യിൽ തന്നിട്ടാണ് എൻ്റെ ഫാദർ പറന്നുപോയത്. ഇന്നതിൽ ഒരാൾ ഹോമിയോ ഡോക്ടറാണ്, ഒരാൾ കമ്പ്യൂട്ടർ MCA ആണ്, കോളേജിലെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം. പക്ഷേ അച്ഛനെ നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില നമുക്ക് മനസ്സിലാവും, അമ്മയെ നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില മനസ്സിലാവൂ.
അതുകൊണ്ട് അവർക്ക് ഒരു പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടാവുകയില്ല, നിങ്ങളുടെ വൈബ് ഉണ്ടാവുകയില്ല, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ സിങ്ക് ആവുന്നുണ്ടാവില്ല. പക്ഷേ ആ പാവങ്ങളെ നിങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടു നടക്കണം. അതാണ് നിങ്ങളുടെ കൈവെള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ജീവിതത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ ധനമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. മുത്തുപോലുള്ള ചിരിയിൽ ഞാൻ